ഇപ്പോൾ ഇന്നലെ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ സഭയിലെത്തി 3-2 ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് പരാജയപ്പെട്ടു. ഇന്നിപ്പോൾ വലിയ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട് BJP, പ്രത്യേകിച്ച് രാജ്യവ്യാപകമായി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചും ജില്ലാസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ. അല്ല, അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല. കാരണം എന്തുകൊണ്ട് ഈ ബില്ല് പരാജയപ്പെട്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ രാജ്യത്ത് രാഷ്ട്രീയമറിയാവുന്ന അത് ചിന്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഈ ഒരു നിലപാട് സ്വീകരിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് വനിതാ സംവരണ ബില്ലിൻ്റെ മറവിൽ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുൽസിതമായ ഒരു പ്രവൃത്തിയാണ് BJP നേതൃത്വം ചെയ്തത്. ഇത് ജനാധിപത്യത്തെ തച്ചു തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അടവ് നയമായിരുന്നു എന്നുള്ളത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിശക്തമായി ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വനിതാ സംവരണ ബില്ലിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായൊരു നിലപാടുണ്ട്. 2014 ഗവൺമെൻറ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വനിതാ സംവരണ ബില്ല് പാസ്സാക്കാൻ വേണ്ടി അന്ന് UPA ഗവൺമെൻറ് പരിശ്രമിക്കുകയും അന്ന് ലോക്സഭയിൽ പരാജയപ്പെട്ടു പോവുകയും ചെയ്തതാണ്. പിന്നീട് 9 വർഷക്കാലം അത് സംബന്ധിച്ച് യാതൊന്നും ചെയ്യാത്ത BJP ഇപ്പോൾ ഈ വിധത്തിലുള്ള മണ്ഡല പുനഃക്രമീകരണത്തിലൂടെ എക്കാലവും രാജ്യത്ത് അധികാരത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറുക്കുവഴി കണ്ടുപിടിച്ചപ്പോഴാണ് അതിനെ എതിർത്തിട്ടുള്ളത്. ഇപ്പോൾ 2023 നിയമം നിലനിൽക്കുന്നുണ്ട്. ആ 2023 നിയമത്തിനനുസരിച്ചുകൊണ്ട് തന്നെ അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷേ 2029 പൊതു തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കുറുക്കുവഴി തേടുകയും ഭരണഘടനയെ തന്നെ ഇല്ലായ്മപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ വിധത്തിലുള്ള എല്ലാ അവകാശ അധികാരങ്ങളെയും എല്ലാ ജനവിഭാഗങ്ങളുടെ അവകാശ അധികാരങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് മണ്ഡല പുനഃക്രമീകരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇഷ്ടപ്രകാരം BJPയുടെ ദേശീയ നേതൃത്വം തീരുമാനിക്കുന്നതനുസരിച്ച് എല്ലായിടത്തും നടപ്പിലാക്കിക്കൊണ്ട് രാഷ്ട്രീയ താല്പര്യം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായി അതിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സത്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു വലിയ വിജയമാണ് ഇന്നലെ പാർലമെൻറ്റിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം 2024 പൊതു തെരഞ്ഞെടുപ്പിൽ എപ്രകാരമാണോ ഇന്ത്യ സഖ്യം മത്സരിച്ചത്, മുഴുവൻ MPമാരുടെയും പ്രസൻസ്, അതോടൊപ്പം തന്നെ കൂടുതൽ അംഗങ്ങൾ പ്രതിപക്ഷ നേതൃനിരയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ ലോക്സഭയിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഏതെല്ലാം തരത്തിൽ ഇനിയിപ്പോൾ 1 നേഷൻ 1 ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള നയസമീപനങ്ങളും BJP സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഭരണഘടനാ ഭേദഗതി ബില്ല് എന്ന് പറയുന്നത് ഏത് തരത്തിലാണെങ്കിലും അതിൻ്റെ മെറിറ്റ് പരിശോധിച്ചുകൊണ്ട് കൃത്യമായി ജനാധിപത്യത്തിൻ്റെ വിജയം ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഇനിയും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാത്തവരായിട്ടുള്ള ഒരാൾ പോലും ഈ രാജ്യത്തുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. 2014 UPA ഗവൺമെൻറ് അവസാനിക്കുന്നതിന് മുമ്പേ വനിതാ സംവരണ ബില്ലിൽ പകുതി ഭാഗം കഴിഞ്ഞതാണ്. രാജ്യസഭ അത് പാസ്സാക്കിയതാണ്. പക്ഷേ 9 വർഷക്കാലം BJP നേതൃത്വം ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ BJP വനിതാ സംവരണത്തെ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി മറ്റൊരു മാർഗത്തിലൂടെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ BJP പറയുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പ്രതിപക്ഷത്തിനെതിരെ അവർ അനാവശ്യമായ ആരോപണം ഉന്നയിക്കുന്നത് അത് ജനങ്ങൾക്ക് മുമ്പാകെ തുറന്നു കാണിച്ചുകൊണ്ട് ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്നലെ കൃത്യമായ നിലയിൽ ലോക്സഭയിൽ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങളെ നിങ്ങൾ വഞ്ചിക്കുകയാണ്. സത്യത്തിൽ വനിതാ സംവരണവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു കാര്യമാണ് ഇവിടെ. ഡീലിമിറ്റേഷനാണ് നിങ്ങളുടെ ലക്ഷ്യം. മണ്ഡല പുനഃക്രമീകരണത്തിലൂടെ 850 സീറ്റുകളിലേക്ക് എത്തുമ്പോൾ തോന്നിവാസം അത് ചെയ്തു വെക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതറിയാത്തവരായി ആരുമില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചത് സത്യത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ അതൊരു ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായൊരു ബോധ്യപ്പെടലിനുള്ള അവസരമൊരുക്കലായി അത് മാറിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം ചൂണ്ടിക്കാണിച്ച 2-3 കാര്യങ്ങൾ, ഇപ്പോൾ രാജ്യത്തെ ജനങ്ങളുടെ കുത്തകാവകാശം BJPക്കില്ല. അതുപോലെ ആംഡ് ഫോഴ്സസിൻ്റെ രാജ്യത്തിൻ്റെ സൈന്യത്തെ ദുരുപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ സൈന്യത്തിൻ്റെ പേര് അനാവശ്യമായി വലിച്ചഴിക്കുന്ന പ്രവണത, ഇതൊന്നും BJPക്കാർ ഇനി ഏത് തരത്തിൽ BJPയുടെ നേതൃത്വം ഉപയോഗിക്കാൻ ശ്രമിച്ചാലും അതൊന്നും വിലപ്പോകില്ല എന്ന തരത്തിൽ ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത് കയ്യടികളോടുകൂടി തന്നെയാണ് ജനാധിപത്യ മതേതര വിശ്വാസികൾ സ്വീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളുമായിട്ട് ബന്ധപ്പെട്ട് ശരിയെന്ന്